ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായി. രാജഗിരി ഹോസ്പിറ്റലിന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതിയുള്ള റോഡ് സൗകര്യം ലഭ്യമാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്ന് തന്നെ മറ്റൊരു വീട് കൂടി അവൈലബിൾ ആണ്. 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. 2 വീടുകളും ഏതാണ്ട് ഒരു 3.5 സെൻറ്റിലാണ് വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് 2 വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നുള്ളൂ. കൂടാതെ ആലുവ ടൗണിലേക്ക്, ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, ആലുവ ടൗണിലേക്ക് 5 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ. മാത്രമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലാണ്, ഒരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുമ്പോൾ തന്നെ കാണുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ പ്രൊഫൈൽ ലൈറ്റുകളാൽ മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയ വെട്രിഫൈഡ് ഗ്ലോസി ഫിനിഷുള്ള വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്തായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു മെത്തേഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും അതുപോലെ തന്നെ ലിവിങ് സ്പേസിൽ നിന്നും TV കാണാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായ കളർഫുള്ളാണ് ഇവിടുത്തെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിശ വരുന്നത്. വടക്ക് കിഴക്ക് മൂലയിലായി ഇവിടുത്തെ കിണറും നൽകിയിരിക്കുന്നു. ഇവിടെ ഈ ഒരു സ്പേസ് നമുക്കിവിടെ വർക്ക് ഏരിയയ്ക്കുള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനെ വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായൊരു ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ധാരാളമായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി വുഡും GA സ്ക്വയർ ട്യൂബുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്ക് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂമിലും കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം
സൈഡിലേക്ക് പോയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇതിനും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഇവിടെയും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 3.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി പ്ലസ് ഈ കാണുന്ന ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും ഇവിടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ ആലുവ, കിഴക്കമ്പലം, പള്ളിക്കര, എറണാകുളം, കാക്കനാട്, പെരുമ്പാവൂർ ഭാഗത്തേക്കെല്ലാം ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇനി വീടിനായി നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.